ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാക്ട് ഫൈൻഡർ PSC 2024-2025 കേരള PSC കേരള ഭൂമിശാസ്ത്രം എന്ന ഭാഗത്തു നിന്നും ആവർത്തിച്ച ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? ഉത്തരം മലപ്പുറം. മലപ്പുറം ജില്ലയിലാണ് കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം തുടങ്ങനാട്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാണ്? പോത്തുകൽ. അടുത്ത ചോദ്യം നോക്കാം. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ രണ്ട് ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം മുത്തങ്ങ വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. അടുത്ത ചോദ്യം, കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം? 9. 9 ജില്ലകൾക്കാണ് കേരളത്തിൽ കടൽ തീരമുള്ളത്. കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കോട്ടയം, ഇടുക്കി, വയനാട്, പാലക്കാട്, പത്തനംതിട്ട. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ഉത്തരമഹാസമതലം. ഉത്തരമഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം. അടുത്ത ചോദ്യം, പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഉത്തരം പമ്പ. പമ്പ നദിയിലാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. അടുത്ത ചോദ്യം, കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം. അടുത്ത ചോദ്യം, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? ഉത്തരം പുന്നമടക്കായൽ. പുന്നമടക്കായലിൽ വെച്ചാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. അടുത്ത ചോദ്യം, പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? ഉത്തരം ഭാരതപ്പുഴ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? ഉത്തരം കോട്ടയം. കോട്ടയം ജില്ലയാണ് സമുദ്രവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്ത ജില്ല. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ടു കായൽ. അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ചാലക്കുടി പുഴ. ചാലക്കുടി പുഴയിലാണ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം ശബരിഗിരി. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? വളപട്ടണം. അടുത്ത ചോദ്യം, സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം സൈലന്റ് വാലി. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ്? ഉത്തരം NW3.